സുഹൈൽ മുഹമ്മദ് ഈ സംഭവം നടന്ന മുണ്ടത്തിക്കോടുണ്ട്. എന്തൊക്കെയാണ് സുഹൈൽ അവിടെ നിന്ന് ഏറ്റവും ഒടുവിലായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? പിടിക്ക് ഒരു വലിയ ദുരന്തം നടന്നു കഴിഞ്ഞു. ഇനി അറിയേണ്ടത് ഈ അപകടം എങ്ങനെയുണ്ടായി, എന്താണ് അപകടത്തിന് വഴിയൊരുക്കിയെന്നുള്ളതാണ്. ഇന്ന് ഈ സംഭവം നടന്ന സ്ഥലത്തും ഇത് കേന്ദ്രീകരിച്ചുള്ള പരിശോധന, തിരച്ചിൽ, അന്വേഷണമാണ് പ്രധാനമായും നടന്നത്. നിലവിൽ കേരളം നടുങ്ങിയൊരു ദുരന്തത്തിൽ 5 അന്വേഷണങ്ങളാണ് പ്രഖ്യാപിച്ചത്. 5 അന്വേഷണമാണ് നടക്കുന്നത്. അതിൽ ഒന്ന് ജുഡീഷ്യൽ അന്വേഷണമാണ്, അത് എവിഡൻഷ്യൽ അന്വേഷണമല്ല. ബാക്കി എവിഡൻഷ്യൽ അന്വേഷണവുമായി ബന്ധപ്പെട്ടൊന്ന് മജിസ്ട്രേറ്റ് അന്വേഷണം, പിന്നെ പോലീസ് അന്വേഷണം, പിന്നീട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ ഒരു അന്വേഷണം, പിന്നെ പെസയുടെ ഒരു വിലയിരുത്തൽ, അവരുടെ ഒരു പരിശോധന. അങ്ങനെ ഇന്ന് ഈ മജിസ്ട്രേറ്റിൽ, പോലീസ്, പെസോ, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ ഈ 4 പേരുടെ സംഘമാണ് ഈ പറഞ്ഞ അപകട സ്പോട്ടിൽ എന്ന് പറഞ്ഞില്ല, അപകട സ്പോട്ടിൽ ഒരു പരിശോധന നടത്തിയത്. അതിൽ നിലവിൽ പെസോ നമുക്കറിയുന്ന പോലെ തന്നെ രാജ്യത്താകമാനം ഈ എക്സ്പ്ലോസീവ്സും പടക്കങ്ങളും ക്രാക്കേഴ്സും സ്ഫോടക വസ്തുക്കളും എങ്ങനെ ഉപയോഗിക്കണം, അതെങ്ങനെ സൂക്ഷിക്കണം, അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിന് ഒരു പൊതു മാനദണ്ഡം ഇറക്കിയിട്ടുണ്ട്. ആ മാനദണ്ഡം രാജ്യത്താകമാനം ബാധകമാണ്. അതനുസരിച്ചാണെങ്കിൽ നിലവിൽ നമ്മൾ അനുമാനിക്കുന്നത് പോലെ ചൂട് കൊണ്ട് മാത്രമാണ് ഒരു അപകടം ഉണ്ടായതെന്ന് വിലയിരുത്താനാകില്ല. പൂർണ്ണമായി തള്ളുന്നില്ല, എന്നാലും പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല പെസോയുടെ വിലയിരുത്തൽ. കാരണം കേരളത്തിലെ പരമാവധി ചൂടെന്ന് പറഞ്ഞാൽ 40-41 വരാറ്. പക്ഷെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതിലുമേറെ ചൂടുള്ള ഇടങ്ങളിൽ സമാനമായ രീതിയിൽ നിയന്ത്രിതമായ എക്സ്പ്ലോസീവ്സ് ഉണ്ടാക്കാറുണ്ട്, പടക്കങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് ചൂട് മാത്രമല്ല കാരണം എന്നൊരു വിലയിരുത്തൽ പെസോ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഒരു എക്സ് ഫാക്ടർ, എന്താണ് ഈ ചൂടല്ലെങ്കിൽ മറ്റെന്ത് കാരണമാണ് അപകട കാരണം, ഇത് വിലയിരുത്തുമ്പോഴാണ് ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന നിർണായകമാകുന്നത്. നമ്മൾ ഈ കാണുന്നത് പോലെ ചെറിയ വയറുകളും ഇങ്ങോട്ട് ചെറിയ ഇലക്ട്രിക്കൽ കണക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഇലക്ട്രിക്കൽ കണക്ഷൻസിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ടുണ്ടോ, ഒരു ഇലക്ട്രിക്കൽ ഡിഫോർമിറ്റീസ് ഉണ്ടായിട്ടുണ്ടോ, ഈ പറഞ്ഞതുപോലെ കറണ്ടുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലൊരു സ്പാർക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. നിലവിൽ ചൂടിനോടൊപ്പം തന്നെ അപകട കാരണമായി സംശയിക്കുന്നത് ഒരു ഈ പറഞ്ഞ ഷോർട്ട് സർക്യൂട്ടാണ്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന അത് കേന്ദ്രീകരിച്ചായിരിക്കും. നമുക്കറിയുന്നത് എവിഡൻഷ്യൽ വാല്യൂ ഉള്ള ഒരു അന്വേഷണവും പരിശോധന കൂടിയാണ്. പൊതുവെ കെട്ടിടങ്ങളിലെല്ലാം തീപിടിക്കുമ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധനയാണ് നിർണായകമാവാറ്. ഈ സ്ഥലത്തും ചെറിയ രീതിയിലുള്ള ഇലക്ട്രിക് പോസ്റ്റുകളുണ്ട്, ചെറിയ വൈദ്യുതി കേന്ദ്ര ഇടങ്ങളുണ്ട്. അതുകൊണ്ട് ആ ഒരു പരിശോധന നിർണായകമായിരിക്കും. ഇനി മജിസ്ട്രേറ്റ് അന്വേഷണത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അത് ഏറെക്കുറെ പോലീസ് അന്വേഷണവുമായി പാരലായി നടക്കുന്ന അന്വേഷണമാണ്. മജിസ്ട്രേറ്റ് അന്വേഷണത്തിൽ പ്രധാനം അവർ പരിശോധിക്കുന്ന അനധികൃതമായി കൂടുതൽ സൂക്ഷിക്കാൻ നൽകിയ അനുവാദം നൽകിയതിനേക്കാൾ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ ഇവിടെ സൂക്ഷിച്ചിരുന്നു. ഒപ്പം ഇവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ ആരൊക്കെയാണ്, ഈ തൊഴിലാളികൾ ഈ പറയുന്ന മേഖല, ഇത് അല്പം വൈദഗ്ധ്യം വേണ്ട ഒരു മേഖലയാണ്, ഒരു സാധാരണ ജോലി എടുക്കാൻ പറ്റുന്ന മേഖലയല്ല. ആ വൈദഗ്ധ്യം കൈവഴക്കമുള്ളവരായിരുന്നു ഈ തൊഴിലെടുത്ത് ഉണ്ടായിരുന്നത്, അതോ പുറത്തുനിന്ന് ഈ വളരെ കൂലിയൊക്കെ കുറഞ്ഞത് കൊണ്ട് കൂടുതൽ പേരെ അത്തരത്തിൽ വൈദഗ്ധ്യമില്ലാത്തവരെ തിരഞ്ഞെടുത്തിരുന്നു. ഒപ്പം തന്നെ ഇവിടെ നിർമ്മിക്കുന്ന സംഭരിച്ച പടക്കം എത്രയുണ്ട്, അത് അളവിൽ കൂടുതലാണെന്ന് പരിശോധിക്കുന്നതോടൊപ്പം തന്നെ നിർമ്മിച്ചെടുത്ത പടക്കങ്ങളിൽ, സ്ഫോടക വസ്തുക്കളിൽ ഏതൊക്കെ തരത്തിലുള്ള കെമിക്കലുകൾ അടങ്ങിയിട്ടുണ്ട്. പൊതുവെ ഈ പെസയുടെ ഒക്കെ മാനദണ്ഡം അനുസരിച്ച് ഈ ക്രാക്കേഴ്സിലും പടക്കങ്ങളിലും ഇത്തരത്തിൽ പൊട്ടുന്ന വസ്തുക്കളെല്ലാം ഉപയോഗിക്കാൻ അവർ പെസോ അനുവദിക്കുന്ന ഈ ലീഗലായിട്ടുള്ള ചില രാസപദാർത്ഥങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രാസപദാർത്ഥങ്ങൾ ഈ വീര്യം കൂട്ടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് കൂടി മജിസ്ട്രേറ്റ് അന്വേഷണത്തിന്റെ ഭാഗമായി വരും. അതുകൊണ്ട് അതിന്റെ ഫോറൻസിക് പരിശോധന നിർണായകമാണ്. നിലവിൽ ഈ പറയുന്ന നേരത്തെ നമുക്ക് തുടക്കത്തിലൂടെ വരാൻ കഴിയില്ലായിരുന്നു, ഇപ്പോഴും നിർജ്ജീവമാവാത്ത പടക്കങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ഈ ഏരിയ മുഴുവൻ അത്തരത്തിൽ പടക്കങ്ങളൊക്കെ നിർജ്ജീവമാക്കിയ ശേഷമാണ് ഫോറൻസിക് പരിശോധന നടത്തിയത്. ഇവിടെ നിന്ന് ഒരുപാട് സബ്സ്റ്റൻസുകൾ, ഒരുപാട് ഈ ചാരങ്ങളും ഒപ്പം തന്നെ പൊട്ടാതിരുന്ന ചില പടക്കങ്ങളൊക്കെ അവർ തെളിവായി ഇവിടെ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. അത് പരിശോധിച്ച ശേഷം അതിന്റെ ഉള്ളിലെ കോമ്പൗണ്ട്സ്, അതിൻ്റെ ഉള്ളിലെ പദാർത്ഥങ്ങൾ എന്താണെന്ന് പരിശോധിച്ച ശേഷം അതിൽ ഈ പറഞ്ഞതുപോലെ പെസയുടെയൊക്കെ മാനദണ്ഡത്തിന് അപ്പുറത്തേക്ക് എന്തെടുത്ത പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കും. അതായത് നിലവിൽ ഇപ്പോൾ ഒരു അപകടമുണ്ടായി, അത് എങ്ങനെ ഉണ്ടായെന്ന് അറിയാൻ വേണ്ടി 5 അന്വേഷണങ്ങൾ നടക്കുന്നു. അതിൽ ഏറ്റവും നിർണായകമായ അന്വേഷണം ഒന്ന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധനയാണ്, 2 മജിസ്ട്രേറ്റ് അന്വേഷണമാണ്. മജിസ്ട്രേറ്റ് അന്വേഷണത്തിൽ നിലവിൽ നമുക്കറിയുന്ന പോലെ ലൈസൻസ് ഉണ്ട്, മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു പടക്ക നിർമ്മാണശാല ഉണ്ടാകുമ്പോൾ അവിടെ ഒരു അപകടം വന്നാൽ നമുക്ക് എത്രത്തോളം ഈ പറയുന്ന സേഫ്റ്റി മെഷേഴ്സ് ഉപയോഗിക്കാനാകും ഇല്ല എന്നൊക്കെ ചോദ്യമാണ്. എന്നിരുന്നാലും ഒരുപാട് 40-ലധികം തൊഴിലാളികൾക്ക് ഇവിടെ ഉപയോഗിക്കാൻ അനുമതി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അവർക്ക് രക്ഷാപ്രവർത്തനം ഏതെങ്കിലും തരത്തിലുള്ള വെള്ളം സ്പ്രേ ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി അഡീഷണലായി മജിസ്ട്രേറ്റ് അന്വേഷണത്തിന്റെ ഭാഗമായി വരുന്നുണ്ട്. അങ്ങനെ ഒരു അപകടം ഉണ്ടായത് എങ്ങനെ ഉണ്ടായെന്ന് അറിയാൻ വേണ്ടി 5 തല അന്വേഷണങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അന്വേഷണത്തിന്റെ ഫലമായിരിക്കും ഈ അപകടം അത് എങ്ങനെയുണ്ടായി, ഇതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടായിരുന്നു, എന്തൊക്കെയാണ് ഇത്തരത്തിൽ കേരളം നടങ്ങിയ ഒരു അപകടത്തിന് വഴിയൊരുക്കി നടക്കുമ്പോൾ കാര്യങ്ങൾ പുറത്തു വരികയുള്ളത്. എന്തായാലും വളരെ വേഗത്തിൽ വരാൻ സാധ്യതയില്ല. ഫോറൻസിക് പരിശോധനാ ഫലങ്ങളൊക്കെ വന്നുകൊണ്ട് ഒരു 3-4 ദിവസം നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.